ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തിൽ, കൊഴുവനാൽ ടൗണിൽ നിന്നും 4 കിലോമീറ്റർ ദൂരത്തിൽ തോടനാൽ എന്ന സ്ഥലത്താണ് ഈ കാണുന്ന കിണർ വെള്ളത്തോട് കൂടിയുള്ള 1 ഏക്കർ 75 സെൻറ്റ് സ്ഥലവും 1700 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുകളോട് കൂടി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്ന് കിടക്കുന്ന ഈ കാണുന്ന റോഡിൻ്റെ ഇരു സൈഡിലും കാണുന്ന പ്ലാസ്റ്റിക് പൊട്ടിച്ചിരിക്കുന്ന റബ്ബറെല്ലാം ഇതിൻ്റെ അകത്തുള്ളതാണ്. ഏകദേശം 100 റബ്ബറിൻ്റെ അടുത്ത് ടാപ്പ് ചെയ്യുന്ന റബ്ബറുണ്ട്. അതുപോലെ തന്നെ ടാപ്പ് ചെയ്യാറായ റബ്ബർ ഒരു 120 മരത്തോളം അതുമുണ്ട്. അങ്ങനെ 2 പ്ലാന്റായിട്ട് കിടക്കുന്ന 1 ഏക്കർ 75 സെൻറ്റ് സ്ഥലവും 3 ബെഡ്റൂമിൻ്റെ 2 അറ്റാച്ച്ഡ് 1 കോമൺ, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ 1 ഏക്കർ 75 സെൻറ്റ് സ്ഥലം 3 ബെഡ്റൂം. സെല്ലർ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയേ ഉള്ളൂ. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ്. നല്ലൊരു വീടും സ്ഥലവുമാണ്. കാരണം കിഴക്കോട്ട് ദർശനത്തിൽ പണിതിരിക്കുന്ന ഒരു യൂസ്ഡ് ഹൗസാണ്. ഏകദേശം 2 താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വർഷത്തിൽ കൂടുതൽ ഇവിടെ താമസിച്ചിട്ടില്ല. അത്രയും പുതിയതായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ്. ഈ പറമ്പിലെല്ലാം തെങ്ങ്, അതുപോലെയുള്ള എല്ലാവിധ ആദായങ്ങളും നമുക്ക് അത്യാവശ്യമുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു വീടാണ്. നല്ല നിരപ്പായിട്ട് കിടക്കുന്നത്, നല്ല തട്ടായിട്ട് കിടക്കുന്ന സ്ഥലവുമാണ്. വീടിന് നമുക്ക് ആവശ്യത്തിന് തേങ്ങ കിട്ടും. അതുപോലെ തന്നെ റൂഫ് വർക്ക് എല്ലാം ചെയ്ത് പുതിയതായിട്ട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. നല്ലവണ്ണം നല്ല ഭംഗിയായിട്ട് പെയിൻറ്റ് ചെയ്ത് എല്ലാ പണിയും തീർത്ത് കിടക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടും സ്ഥലവുമാണ്. ഈ വീടിനും സ്ഥലത്തിനും സെല്ലർ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. PP റോഡിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പാലാ ടൗണിലേക്ക് 10 കിലോമീറ്ററും കൊഴുവനാൽ ടൗണിലേക്ക് 4 കിലോമീറ്ററും ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. ഇത് കാണുന്ന അലക്കുകല്ലാണ്. നമുക്ക് വീടിൻ്റെ ഒരു സൈഡായിട്ട് അലക്കുകല്ല് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കാണുന്ന സ്ഥലങ്ങളെല്ലാം അതെല്ലാം വിറകുവരയാണ്. നമുക്ക് വിറകടുപ്പ് കത്തിക്കാൻ പാകത്തിൽ വിറകടുപ്പുണ്ട്. അതുപോലെ അത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മിഷ്യൻ പുരയാണ്. ഇതാണ് വീടിന് ചുറ്റോട് ചുറ്റും മുറ്റത്ത് ബേബി മെറ്റലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാവുണ്ട്, എല്ലാം കായ്ക്കുന്ന പ്ലാവാണ്. കമുങ്ങുണ്ട്, റബ്ബറുണ്ട്, റബ്ബർ വെട്ടാത്ത റബ്ബറുണ്ട്. ഇതുപോലെ തട്ടായിട്ട് നിരപ്പായിട്ട് കിടക്കുന്നതാണ്. എന്നാൽ 90% നിരപ്പായിട്ട് നല്ല തട്ടായിട്ടും കിടക്കുന്ന ഒരു സ്ഥലവും വീടുമാണ്. ഇതാണ് നമുക്ക് ബസ് റൂട്ടുമായിട്ട് 100 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. 100 മീറ്റർ ദൂരം മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സമീപത്തുള്ള കൊഴുവനാൽ, പൈക, പാല ഇവിടെയുള്ള സ്കൂളിൻ്റെ ബസ്സുകളെല്ലാം ഈ റോഡിൽ കൂടി പാസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുള്ളവർക്കൊക്കെ ആ റോഡിലേക്ക് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ ബസ് കിട്ടും. ഇതാണ് വീടിൻ്റെ റൂഫ് ചെയ്തിട്ടിരിക്കുന്ന ഭാഗമാണ്. കംപ്ലീറ്റ് കവേർഡ് റൂഫ് ചെയ്തിട്ടുണ്ട്. നല്ലവണ്ണം വലിപ്പമുള്ള ഒരു റൂഫ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല ഹൈറ്റിൽ തുണി ഉണങ്ങാനുമൊക്കെ ഇഷ്ടംപോലെ നല്ലവണ്ണം സ്പേസ് ഉണ്ട്. ഇതാണ് റബ്ബർ ഷീറ്റ് അടിക്കുന്ന മിഷ്യൻ പുരയാണ്. വീടിൻ്റെ ചുറ്റുവട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വെള്ളപ്പൊക്ക ഭീഷണി ലെവലേശമില്ല. എന്നാൽ എല്ലാ ടൗണുകൾക്കും സമീപത്തെല്ലാം നല്ല ടൗണുകൾ തന്നെയുണ്ട്. പള്ളിക്കത്തോട് ടൗണിലേക്ക് ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അത്രയും പള്ളിക്കത്തോട്, പാല, കൊഴുവനാൽ, തോടനാൽ എല്ലാ ഭാഗത്തെയും നമുക്ക് ആക്സസ് ഉള്ള ഒരു വീട് സ്ഥലമാണ്. നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിൻ്റെ. കിഴക്കോട്ട് ദർശനത്തിലുള്ള ഒരു വീടും സ്ഥലവുമാണ്. കിഴക്കോട്ട് ദർശനം മാത്രമല്ല,
നമുക്ക് ചായ്വ് പറയുവാണെങ്കിൽ വടക്കും കിഴക്കും ഭൂമിയുടെ ഒരു ചായ്വ് പറയുവാണെങ്കിൽ വടക്കോട്ടും കിഴക്കോട്ടും ചായ്വുള്ളതും തെക്കും പടിഞ്ഞാറും ഹൈറ്റ് നിൽക്കുന്നതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉത്തമമായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് വാസ്തുവിധി പ്രകാരം ചെയ്തിരിക്കുന്ന ഭംഗിയായിട്ടുള്ള ഒരു വീടിൻ്റെ സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇവിടെ ആൾതാമസമില്ല, അതുകൊണ്ട് ഫർണിച്ചറോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ഇടയ്ക്കൊക്കെ ഈ വീട്ടുകാർ വീട് വൃത്തിയാക്കാൻ വരുമ്പം ഒന്നല്ലെങ്കിൽ 2 ദിവസം താമസിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹോളാണ്. ആ കാണുന്ന കസേര ചെയർ ഇട്ടിരിക്കുന്ന ഭാഗം ഡൈനിങ് ഹോളിൻ്റെ ഏരിയ ആണ്. ഇത് നമ്മൾ ആദ്യത്തെ ഒരു ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. 5 പാളി ജനൽ ഈ റൂമിന് വന്നിട്ടുണ്ട്. നല്ലവണ്ണം വെട്ടം എയർ സർക്കുലേഷൻ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് അറ്റാച്ച്ഡ് റൂം. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടൈലുകളാണ് ഈ വീടിന് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് സ്വന്തമായിട്ട് താമസിക്കാനായിട്ട് പണിത വീടാണ്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ ഉടമ കൊടുക്കുന്നതേ ഉള്ളൂ. വലിപ്പമുള്ള ബാത്റൂമാണ്. ഇതാണ്. അവിടുന്ന് നമ്മൾ അടുത്ത റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇത് ഈ റൂമിൽ ഒരു കോട്ട ഇട്ടിട്ടുണ്ട്. വിൻഡോയ്ക്കെല്ലാം കർട്ടൻ ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. വാർഡ്രോബ്സ് ഉണ്ട്. താമസിക്കുന്നവർക്ക് നമുക്ക് പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ട, എല്ലാം നല്ല ഫിനിഷ് ചെയ്ത് കിടക്കുന്ന ഒരു വീടും സ്ഥലവുമാണ്. കൂടുതൽ സ്ഥലം നോക്കുന്നവർക്ക് നല്ലൊരു വീടും അതിനോട് അനുബന്ധിച്ച് ഒരു 2 ഏക്കർ സ്ഥലവും നോക്കുന്ന ഏതൊരാൾക്കും ഈ വീട് നല്ല ഒരു ആദായത്തോടു കൂടിയുള്ള ഒരു വീടും സ്ഥലവുമാണ്. ഒരുപാട് ആൾക്കാർ നമുക്ക് സ്ഥലം കൂടുതലും അതോടൊപ്പം തന്നെ വീടും ഭംഗിയായിട്ട് ഇരിക്കുന്ന വീട് കൂടി നോക്കുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് വൈസ് നോക്കിയാലും ഇത് 1 കോടി രൂപയിൽ താഴെയാണ്. 90 ലക്ഷം രൂപ ചോദിക്കുന്നു. എന്നാലും അതിൽ നിന്ന് ചെറിയ തോതിലുള്ള കുറവുകളും ഉണ്ടാകുന്നതായിരിക്കും. വീട് വന്ന് കണ്ട് അല്ലെങ്കിൽ ഈ വീടിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. വീട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് വില ഫിക്സ് ചെയ്യാവുന്നതാണ്. എല്ലാം ഇതുപോലത്തെ റൂമുകളാണ്. നല്ല വലിപ്പമുള്ള റൂമുകളാണ്. നമുക്ക് ലൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് നല്ലവണ്ണം വെട്ടമുണ്ട്. കാരണം കിഴക്കോട്ടും പടിഞ്ഞാറും നല്ലവണ്ണം എയർ സർക്കുലേഷനുള്ള റൂമുകളാണ്. അവരങ്ങനെ പൂർണ്ണമായിട്ടും വാസ്തുവിധി പ്രകാരം ചെയ്തിരിക്കുന്ന വീടാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇത് നമ്മൾ കിച്ചണിനോട് ചേർന്ന ഒരു പോർഷനുണ്ട്. ഇത് നമുക്ക് കിച്ചൻ്റെ ഭാഗമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്തെടുക്കാം, വർക്ക് ഏരിയയൊക്കെ ആയിട്ടോ. അപ്പോൾ ഇപ്പോൾ അവിടെ ഡൈനിങ് ടേബിളാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഹോള് വേറെ ഉണ്ട്. അതുകൂടാതെ തന്നെ കിച്ചൻ്റെ ഭാഗത്തായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നു. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ വർക്ക് ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പർപ്പസായിട്ട് നമുക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൂം ഉണ്ട്. അവിടുന്ന് നമ്മൾ നേരെ കിച്ചൻ്റെ ഭാഗത്തേക്കാണ് കടന്നിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു കിച്ചനാണ്. കിച്ചന് സ്റ്റോർ റൂമുണ്ട്. അതാണ് കിച്ചൺ സ്റ്റോർ റൂം. അടുക്കള ബോട്ടം സൈഡിലെല്ലാം നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇതാണ്. നല്ല വലിപ്പമുള്ള ഒരു കിച്ചനാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് കിച്ചൺ സ്റ്റോർ റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഷെൽഫൊക്കെ ഉള്ളൊരു സ്റ്റോർ റൂമാണ്. 1 ഏക്കർ 75 സെൻറ്റ് സ്ഥലം, 3 ബെഡ്റൂം, 2 അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂം. PP റോഡിൽ നിന്നും 3.5 കിലോമീറ്റർ ദൂരത്തിൽ
വെള്ളപ്പൊക്ക ഭീഷണി ലെവലേശമില്ലാത്ത പാലായിൽ നിന്നും 10 കിലോമീറ്ററും കൊഴുവനാൽ പള്ളിക്കത്തോട് ഈ ഭാഗത്തൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരു സുന്ദര വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്.